ശ്രീ സായിരാം. അന്തർശൗചയജ്ഞത്തിന്റെ 268 ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി വായിക്കാൻ പോകുന്നത് ഡോക്ടർ സതീഷ് കുമാറാണ്. ദിവാരൻ സാറ് കയറിയിട്ടില്ല. അദ്ദേഹം തന്നെയാണ് ഇന്ന് കോർഡിനേറ്റ് ചെയ്യേണ്ടത്. ശിവപ്രസാദാണ് നമ്മളുടെ ഹോസ്റ്റ്. മാഷ തുടങ്ങിക്കോളൂ. ഓങ്കാരം ഇതൊക്കെ പറഞ്ഞിട്ട് വായിച്ചോളൂ. സായിരാം. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ഓം ശ്രീ സായിരാം. 22/11/85 ഭഗവാൻ സത്യസായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ ലേണിംഗിന്റെ 4ാം ബിരുദദാന ചടങ്ങിന് ചെയ്ത അനുഗ്രഹ പ്രഭാഷണത്തിലെ ഒരു ചെറിയ ഭാഗമാണ് വായിക്കുന്നത്. പ്രേമ പരിപോഷണം ഏറ്റവും ആവശ്യം. ആധുനിക വിദ്യാഭ്യാസം ബുദ്ധിയും കഴിവുകളും വളർത്തുന്നതിൽ സഹായിക്കുന്നുണ്ടെങ്കിലും സദ്ഗുണങ്ങൾ ഒട്ടും തന്നെ വളർത്തുന്നില്ല. സ്വഭാവമേന്മ ഇല്ലെങ്കിൽ എന്തൊക്കെ ജ്ഞാനം നേടിയിട്ടും എന്ത് കാര്യം? ജ്ഞാനശാഖകൾ വർദ്ധിച്ചു, അതോടെ ആഗ്രഹവും വർദ്ധിച്ചു. ഇതിന്റെ എല്ലാം ഫലമോ മനുഷ്യൻ വാക്കിൽ ഹീറോയും പ്രവൃത്തിയിൽ സീറോയുമായി. പഠിച്ചതിന്റെ ചെറിയൊരംശം പോലും പ്രാവർത്തികമാക്കുവാൻ കഴിയാതെ പഠിച്ചതുകൊണ്ട് എന്ത് കാര്യം? സത്യം ഏകപദം ബ്രഹ്മ, സത്യോ ധർമ്മോ പ്രതിഷ്ഠിത, സത്യമേവ വാക് ഹൃദയം, സത്യം സർവം. സത്യമാണ് ബ്രഹ്മം. ധർമ്മം സത്യത്തിലാണ് വേരൂന്നിയിരിക്കുന്നത്. സംഭാഷണത്തിന്റെ ജീവനാണ് സത്യം. സത്യമാണ് സർവം. പ്രേമസ്വരൂപരെ, ഈശ്വരന്റെ അതിമനോഹരമായ കൊട്ടാരമാണ് സത്യം. സത്യത്തിലാണ് ധർമ്മം ഉറച്ചു നിൽക്കുന്നത്. ജ്ഞാനവിജ്ഞാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന വേദങ്ങൾ സത്യസ്വരൂപമാണ്. ജീവിതത്തിന്റെ ഉന്നത തലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർ സത്യത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക തന്നെ വേണം. സത്യം ഭൂതാനുകമ്പ, തപശ്ചര്യ, ത്യാഗം, സൗഹൃദം, പരിശുദ്ധി, നേർബുദ്ധി, സേവനം, ഗുരുസേവ, വിദ്യാഭ്യാസം, ഇവയാണ് സത്യാന്വേഷകരെല്ലാം പോഷിപ്പിക്കേണ്ട കാര്യങ്ങൾ. സത്യവും നന്മയും ഉണ്ടെങ്കിലേ ധർമ്മവും ശാന്തി, പ്രേമ, അഹിംസ എന്നിവ കാണാനാവും. അടിസ്ഥാനപരമായ സത്യം ഒന്നു മാത്രം. പക്ഷെ പണ്ഡിതന്മാർ അതിനെ പലതായി പറയുന്നു എന്ന് മാത്രം. ഏത് സാഹചര്യത്തിലും സത്യത്തിൽ നിന്നും അകലാതെ അതോടൊന്നിച്ചു നിൽക്കുന്നയാളാണ് മാതൃകാ പൗരൻ. അദ്ദേഹമാണ് യഥാർത്ഥ ജീവിതം നയിക്കുന്നത്. ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടിയല്ല സത്യം നിലനിൽക്കുന്നത്. അത് കാലം, ദേശം, വ്യക്തി എന്നിവയ്ക്ക് അതീതമായി നിലനിൽക്കുന്നു. എല്ലാ കാലത്തും എല്ലാ ജനങ്ങൾക്കും എല്ലാ രാജ്യങ്ങൾക്കും ജീവശ്വാസമായി സത്യം നിലനിൽക്കുന്നു. മാനവകുലത്തിന്റെ ശ്രേഷ്ഠനായ പൂർവികൻ മഹാനായ മനു അഗാധമായ അന്വേഷണങ്ങൾക്ക് ശേഷം അനുഭവങ്ങളെ വിശകലനം ചെയ്ത് മനുഷ്യകുലത്തിന് ഒരു അനുഗ്രഹം എന്ന വണ്ണം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: സത്യം ബ്രൂയാത്, പ്രിയം ബ്രൂയാത്, ന ബ്രൂയാത് സത്യം അപ്രിയം. സത്യം പറയൂ, പ്രിയമായി പറയൂ, അപ്രിയമായ സത്യം പറയാതിരിക്കും. എന്നാൽ സന്തോഷിപ്പിക്കുവാനായി ഒരിക്കലും അസത്യം പറയരുത്. അസന്തുഷ്ടി ഉളവാക്കുന്ന സത്യം പറയുകയും വേണ്ട.
ആ മഹത്തരമായ ഉപദേശം മനു മനുഷ്യകുലത്തിനായി നൽകിയതാണ്. ജീവിക്കുവാൻ വേണ്ടിയാണ് വിദ്യാഭ്യാസം എന്ന ആശയം ഉപേക്ഷിക്കുന്നതോടെ മാനവന് ശരിയായ പുരോഗതി ആരംഭിക്കുകയായി. ജോലിക്കായി വിദ്യാഭ്യാസം എന്ന അവസ്ഥ തീർച്ചയായും മാറ്റണം. വിദ്യാഭ്യാസം ജീവിതത്തിനാണ്, ജീവിക്കാനല്ല. ഈ സത്യം ബോധ്യപ്പെട്ടയാളാണ് ശരിയായി വിദ്യാഭ്യാസം നേടിയവൻ. ദേശ സംസ്കാര പാരമ്പര്യം കാത്തുസൂക്ഷിച്ചിരുന്ന ഭാരതീയ ഋഷികൾ പുരാതന കാലം മുതലേ ഈ സത്യം മനസ്സിലാക്കിയിരുന്നു. വെറുതെ പുസ്തകം വായിച്ചുണ്ടാകുന്നതല്ല ജ്ഞാനം, പുസ്തകത്തിലുള്ളത് തലച്ചോറിലേക്ക് പകർത്തുന്നതുമല്ല ജ്ഞാനം. ഹൃദയ പരിവർത്തനത്തെ ഉദ്ദേശിച്ചിട്ടുള്ളതായിരിക്കണം വിദ്യാഭ്യാസം. ഭൗതിക ലോകത്തെപ്പറ്റി വളരെ കുറച്ച് അറിഞ്ഞ ശേഷം പ്രപഞ്ചകാര്യങ്ങളെല്ലാം തനിക്ക് അറിയാമെന്ന അഹങ്കാരത്തിലാണ് മനുഷ്യൻ. ശാസ്ത്രവും ആധ്യാത്മികതയും ധർമ്മശാസ്ത്രവും തമ്മിലുള്ള ശരിയായ സംയോജനം സ്ഥാപിക്കുന്നതാണ് ശരിയായ ജ്ഞാനം. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ശരിയായ വിദ്യാഭ്യാസത്തിന്റെ മൂല്യത്തെക്കുറിച്ച് മനുഷ്യൻ തീരുമാനിക്കണം. ഭൗതിക ശാസ്ത്രത്തിന്റെ ഇന്നത്തെ കുതിപ്പ് കണ്ട് താൻ വലിയ അറിവുള്ളവനാണെന്ന് മനുഷ്യൻ കരുതുന്നു. ഭൗതിക ശാസ്ത്രത്തിനപ്പുറം വസ്തുക്കളെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നതോടെ മാത്രമേ മനുഷ്യന് പൂർണ്ണമായ പ്രയോജനമുണ്ടാവൂ. ഭൗതിക ശാസ്ത്രത്തിനപ്പുറമാണ് ആത്മീയ ശാസ്ത്രം. താമസിച്ചാണെങ്കിലും ഇക്കാര്യം മനസ്സിലാക്കി ചിലർ ആധ്യാത്മിക അന്വേഷണം ആരായാൻ തുടങ്ങിയിട്ടുണ്ട്. ആധ്യാത്മികോന്നതി മൂലം മഹാത്മാക്കളായ വസിഷ്ഠൻ, വാമനൻ, ജമദഗ്നി, വിശ്വാമിത്രൻ, ഗൗതമൻ, പരാശരൻ എന്നിവർ സപ്തർഷികളുടെ മധ്യത്തിലായി. ഇന്ന് നമുക്ക് അത്തരം മഹത്തുക്കളായ ഋഷിവര്യന്മാരുണ്ടോ? ശാസ്ത്രത്തിന്റെ നേട്ടങ്ങൾ ചെറുതെന്ന് പറയുകയല്ല. ശാസ്ത്രജ്ഞാനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ചോദ്യം ചെയ്യേണ്ടതുമില്ല. പക്ഷേ ശാസ്ത്രജ്ഞാനം വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മുടെ വിവേചന ശക്തിയും അത്രയും അധികം വളരേണ്ടതിന്റെ ആവശ്യത്തെക്കുറിച്ച് ബോധവാനായിരിക്കണം. ശാസ്ത്രം ഉപയോഗിക്കുന്നതിലുള്ള ഈ വിവേചന ശക്തിയുടെ കുറവ് മൂലമാണ് ലോകം ഇന്ന് ധാരാളം പ്രശ്നങ്ങളെയും ക്ലേശങ്ങളെയും നേരിടുന്നത്. സത്സംഗം. പക്ഷെ ഇന്നും ശ്രേഷ്ഠ മനസ്സിലുടമകളുണ്ട്. അവർ ശാസ്ത്രജ്ഞാനത്തോടൊപ്പം തന്നെ ആധ്യാത്മ സത്യത്തെ ആരായുകയും ചെയ്യുന്നു. അതെങ്ങനെ മാനവ പരിവർത്തനത്തിന് ഉതകുമെന്ന് വിശകലനം ചെയ്യുന്നുണ്ട്. ഭൂമിയുടെ ആകർഷണ നിയമം കണ്ടെത്തിയതോടെ ന്യൂട്ടൺ പ്രഖ്യാപിച്ചു, ആകർഷണ നിയമം ഞാൻ കണ്ടെത്തിയതെങ്കിലും അതിനു മുമ്പ് തന്നെ അതുണ്ടായിരുന്നു. ഞാനത് കണ്ടെത്തുകയായിരുന്നു, സൃഷ്ടിക്കുകയായിരുന്നില്ല. ഈ ആകർഷണ ശക്തിക്ക് ഒരു സൃഷ്ടാവുണ്ടെന്ന സത്യം ന്യൂട്ടൺ ബോധ്യപ്പെട്ടിരുന്നു. ഐൻസ്റ്റീനും ഇങ്ങനെ തന്നെ. പ്രകൃതിയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മനസ്സ് ആധ്യാത്മികതയിലേക്ക് തിരിഞ്ഞു. ആധ്യാത്മികോന്നമനത്തിന് സത്സംഗം വേണമെന്നും അത് മനുഷ്യന്റെ ഹൃദയ പരിവർത്തനത്തിന് ഉതകുമെന്നും അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം പ്രഖ്യാപിച്ചു, നിന്റെ കൂട്ടുകെട്ടിനെ കുറിച്ച് പറയൂ, നീ ആരാണെന്ന് ഞാൻ പറയാം. ഇതിനർത്ഥം ഏതൊക്കെ തരം സ്വഭാവമുള്ളവരുമായി നാം സംഘം ചേരുന്നുണ്ടോ അതാണ് നാം എന്തെന്ന് തീരുമാനിക്കുന്നത്. വലിയ തത്വചിന്തകനായ ഹൈസൻബർഗ് വിവിധ ശാസ്ത്രശാഖകളുടെ പഠനത്തിന് ശേഷം ഭൗതിക ശാസ്ത്രവും ധർമ്മശാസ്ത്രവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഏർപ്പെട്ടു. യോഗശാസ്ത്രത്തിൽ മഹത്തായ രഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി. ആ ശാസ്ത്രജ്ഞൻ പറഞ്ഞു, മാസ്റ്റർ ദ മൈൻഡ്, ബി എ മാസ്റ്റർ മൈൻഡ്. മറ്റൊരു മഹാനായ ശാസ്ത്രജ്ഞൻ സ്ട്രോഡിംഗർ ഇങ്ങനെ കണ്ടെത്തി, ആധ്യാത്മികതയും ഭൗതിക ശാസ്ത്രവും വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നു. സത്യത്തിൽ ശാസ്ത്രത്തിന്റെ അടിത്തറ ആധ്യാത്മികതയാണ്. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം ശ്രദ്ധിച്ചു, ശാസ്ത്ര പുരോഗതി മനുഷ്യന്റെ ആഗ്രഹങ്ങളെ വർദ്ധിപ്പിച്ചു. ആഗ്രഹങ്ങളുടെ വർധനവ് മനുഷ്യന്റെ ഇച്ഛാശക്തി, ബുദ്ധിശക്തി എന്നിവയെ ദുർബലമാക്കി. അദ്ദേഹം പറഞ്ഞു, കൂടുതൽ ആശ എന്നാൽ കൂടുതൽ നിരാശ. സായിരാം. ദിവാകരൻ കയറിയിട്ടുണ്ടോ? സായിരാം. കേറിയിട്ടില്ല, മൂപ്പര് വേറെ ഏതോ പ്രഭാഷണത്തിലാത്ര. ഞാൻ മകനെ വിളിച്ചു ചോദിച്ചിരുന്നു. അതെയോ, പോയിരിക്കാണോ? ഓ ശരിയെന്ന്. അപ്പൊ ഞാന് ഈശ്വരൻ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫസർ എൻ കസ്തൂരിയുടെ ഒരു അനുഭവങ്ങളാണ് വായിക്കാൻ പോകുന്നത്. സ്വാമി ജനങ്ങളെ തന്നിലേക്ക് ആകർഷിക്കുന്ന മാർഗം രസകരമാണ്. നിങ്ങളിൽ ഓരോ ആളും സ്വാമിയിലേക്ക് വന്നത് എങ്ങനെ? സ്വാമിയുടെ സന്നിധിയിൽ എത്താൻ പിന്നെയും പിന്നെയും ആഗ്രഹം തോന്നിയത് എങ്ങനെ? സ്വാമിയുടെ അടുക്കൽ എത്തിയിട്ട് അവിടെ നിങ്ങൾ കഴിഞ്ഞുകൂടിയത് എങ്ങനെ എന്നൊക്കെ വിചാരിച്ചാൽ അതും ഒരു രസം തന്നെ. ജനങ്ങൾ സ്വാമിയിലേക്ക് വന്നത് പല രീതിയിലാണ്. മറ്റ് മതാചാര്യന്മാരും പ്രവാചകന്മാരും തങ്ങളുടെ സന്നിധിയിലെത്തിയ ജനങ്ങളെ സ്വാഗതം ചെയ്തു, ഉദ്ബോധിപ്പിച്ചു. സ്വാമിയുടെ കാര്യം വ്യത്യസ്തം തന്നെ. അറിയാത്തവരെ, തന്നെ പറ്റി കേൾക്കാത്തവരെ അവിടുത്തെ
പടം പോലും കാണാത്തവരെ നിഗൂഢമായ വഴികളിലൂടെ സ്വാമി ആകർഷിക്കുന്നു. അവിടുന്ന് ലോകം മുഴുവൻ സഞ്ചരിക്കുന്നു, അവരെ ശേഖരിക്കുന്നു. എവിടെയും സ്വാമിയുടെ സാന്നിധ്യമുണ്ടെന്നതിന്റെ സൂചനയാണ് അത്. ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ ഗണേശ പൂജാ ദിനത്തിൽ ബാംഗ്ലൂരിലെ എൻ്റെ വീട് സന്ദർശിക്കാമെന്ന് സ്വാമി എനിക്ക് വാക്ക് തന്നു. അതേ സമയം തന്നെ മറ്റു പല വീടുകളിലും സ്വാമി ചെല്ലാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളതായി ഞാൻ അറിഞ്ഞു. ഇത്രയേറെ വീടുകളിൽ ഗണേശ പൂജയിൽ പങ്കുകൊള്ളുവാൻ സ്വാമിക്ക് എങ്ങനെ കഴിയും എന്ന് ഞാൻ അമ്പരന്നു. അതുകൊണ്ട് എനിക്ക് ശുഭാപ്തി വിശ്വാസം തോന്നിയില്ല. ഒരു വീട്ടിലും പോവാതിരിക്കാനുള്ള സ്വാമിയുടെ വല്ല തന്ത്രവുമായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു. അല്ലെങ്കിൽ പിന്നെ ആ വീടുകളിൽ ഏതാവാം സ്വാമി സന്ദർശിക്കുക, അറിയില്ല. അങ്ങനെ സ്വാമി എന്റെ ഭവനത്തിൽ ഏതായാലും വന്നില്ല. അവിടുന്ന് ഒരു വീട്ടിലേ ചെന്നു ചേർന്നുള്ളൂ. നിരാശരായ മറ്റു വീട്ടുകാർ സ്വാമിയോട് പറഞ്ഞു, സ്വാമി അങ്ങ് ഞങ്ങളുടെ വീടുകളിൽ വന്നില്ലല്ലോ, വരാമെന്ന് പറഞ്ഞിട്ട്. സ്വാമി പറഞ്ഞു, ഞാൻ എല്ലാ ഭവനങ്ങളിലും വരാമെന്ന് സമ്മതിച്ചിരുന്നു. ഞാൻ വന്നതിന്റെ സൂചനകൾ നൽകിയിട്ടുമുണ്ടായിരുന്നു. എന്റെ പടത്തിലെ മാല താഴെ വീണില്ലേ? അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഉവ്വ് സ്വാമി. അതുപോലെയുള്ള സൂചനകൾ ഞാൻ നൽകിയില്ലേ? സ്വാമി പല രീതികളിലൂടെയാണ് ആളുകളെ തന്നിലേക്ക് ആകർഷിക്കുന്നത്. ഞാൻ വിളിക്കാതെ ആർക്കും പുട്ടപ്പർത്തിയിൽ വരാനാവില്ല. പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ സ്വാമി ചൊല്ലാറുള്ള ശ്ലോകങ്ങളിലൊന്നിൽ അവിടുന്ന് പറഞ്ഞു, ആനന്ദ ബാലുടെ ആനന്ദ ബാലുടെ. അതായത് ആ നന്ദന്റെ മകനായ കൃഷ്ണനാണ് ഇവിടെ ഇപ്പോൾ ആനന്ദ ബാലനായി വന്നിട്ടുള്ളത്. ആനന്ദം അവിടുത്തെ സ്വഭാവം. എന്തിനു വന്നു അവിടുന്ന്? എന്റെ കളിക്കൂട്ടുകാരെ കണ്ടെത്താനാണ് ഞാൻ വന്നിട്ടുള്ളത്. കൃഷ്ണൻ ഗോപാലന്മാരാണ് കളിക്കൂട്ടുകാരായി ഉണ്ടായിരുന്നതായി പറയുന്നത്. സ്വാമിയുടെ കളിക്കൂട്ടുകാർ ഫിജിയിലാവാം, കാലിഫോർണിയയിലാവാം, ന്യൂസിലൻഡിലാവാം, ഓസ്ട്രേലിയയിലായാലും ജപ്പാനിലുമാകാം. എവിടെ ആയിരുന്നാലും സ്വാമി അവരെ കണ്ടെത്തും. സ്വാമി ആ രാമചന്ദ്രനാണ്. ഈ രാമചന്ദ്രനായി വന്നിട്ടുള്ളത്. ആ രാമശബ്ദത്തിന് വിശ്രമം അല്ലെങ്കിൽ മന്ദം മന്ദം എന്നാണ് അർത്ഥം. മന്ദമന്ദമാണ്, തിരക്കിട്ടല്ല സ്വാമി കാര്യങ്ങൾ ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നു, എന്തിനു വേണ്ടിയും വറിയും ഹറിയും നിങ്ങളെ മനശല്യവും പരക്കം പാച്ചിലും എന്തിനാണ് കൊണ്ടു നടക്കുന്നത്? ഹരി ഈശ്വരനുണ്ടല്ലോ. രാമനായിരുന്ന കാലത്ത് അദ്ദേഹത്തിന് വിശ്രമമേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അദ്ദേഹം ആരാമചന്ദ്രനായി എത്തിയിരിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ ദർശന സ്ഥലത്ത് കാത്തിരിക്കാം. അദ്ദേഹം മന്ദം മന്ദം നടന്ന് നമ്മുടെ അരികിൽ വരുന്നു. രാമചന്ദ്രൻ ഇപ്പോൾ എന്തിനാണ് വന്നിട്ടുള്ളത്? ഞാൻ രാമനായിരുന്നപ്പോൾ എനിക്ക് വേണ്ടി സേവനം ചെയ്ത എൻ്റെ പഴയ സേവകന്മാരെ കണ്ടെത്തുവാൻ, ആ വാനരന്മാരെ കാണുവാനാണ് സ്വാമി ഇവിടെ വന്നത്. നാം ഇവിടെ ഒരുങ്ങിയിരിക്കുകയാണ്. പിന്നെ സ്വാമി പറയുന്നു, മഹാവിഷ്ണു ഇപ്പോൾ മഹീവിഷ്ണുവായി വന്നിരിക്കുന്നു. മഹാവിഷ്ണു എന്നാൽ എവിടെയും വ്യാപിച്ചു നിൽക്കുന്നവൻ എന്നർത്ഥം. മഹി എന്നാൽ ഭൂമി. സർവവ്യാപിയായ വിഷ്ണുവാണ് സ്വാമി. ഈ ചെറിയ സുന്ദര രൂപത്തിൽ അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹം പറയുന്നു, എന്റെ ആയുധങ്ങൾ കണ്ടെത്താൻ ഞാൻ വന്നിരിക്കുന്നു. പൂർവാവതാരങ്ങളിൽ അദ്ദേഹം ആയുധങ്ങൾ ധരിച്ചിരുന്നു. അമ്പും വില്ലുമെടുത്താണ് ശ്രീരാമൻ നടന്നിരുന്നത്. കൃഷ്ണൻ ചക്രായുധമുണ്ടായിരുന്നു. പരശുരാമന് മഴുവുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സ്വാമിക്ക് അത്തരത്തിലുള്ള യാതൊരു ആയുധങ്ങളുമില്ല. മന്ദഹാസത്തിന്റെ രൂപത്തിലുള്ള ആയുധമാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. ആ ആയുധം ഉപയോഗിച്ച് ആയിരക്കണക്കിന് ഹൃദയങ്ങളെ അദ്ദേഹം കീഴടക്കുന്നു. മുകളിൽ സൂചിപ്പിച്ച പദ്യത്തിൽ അദ്ദേഹം വന്നിട്ടുള്ളത് പഴയ കൂട്ടുകാരെ അന്വേഷിച്ചാണ്. തന്റെ ഉപകരണങ്ങൾ തേടിയാണ്. തന്റെ ജോലി ഏറ്റെടുത്ത് ചെയ്യുന്നവരെ തേടിയാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം ആഗ്രഹിക്കുന്നത് കുറെ ഉപകരണങ്ങളും സന്ദേശവാഹകരുമാണ്. ക്രിസ്തു ഈശ്വരന്റെ സന്ദേശവാഹകനായിരുന്നു. നാമെല്ലാം ഈശ്വരന്റെ ദൂതന്മാരാണ്. നമുക്ക് അത് തെളിയിക്കണം. ഈശ്വരൻ നമ്മിലോ ഓരോരുത്തരിലുമുണ്ട് എന്ന്. ഈശ്വരനാണ് നമ്മുടെ സാരം, അടിസ്ഥാന ഘടകം. നാം എന്ത് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും പ്രേരക ശക്തി ഈശ്വരനാണ്. നമ്മുടെ വാക്കുകൾ, ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ പെരുമാറ്റം എന്നിവയിലൂടെ നാം അത് തെളിയിക്കണം. നമ്മിൽ ഓരോരുത്തരും ഈശ്വരന്റെ സന്ദേശവാഹകരാണെന്ന് നാം തെളിയിക്കേണ്ടിയിരിക്കുന്നു. ഓരോ ആളിനും ഓരോ ചുമതലയുണ്ട്. അവിടുന്ന് ഒരാളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നോക്കാം. ഒരു സ്ത്രീ
എനിക്ക് അയച്ച കത്ത് ശ്രദ്ധിക്കാം. എന്റെ ആഗ്രഹത്തെപ്പറ്റി ഞാൻ കണ്ട സ്വപ്നത്തിൽ എനിക്ക് സന്തോഷം തോന്നി. അവർക്ക് ആ ദിവ്യമായ അതൃപ്തി ഉണ്ടായിരുന്നു, ഉയർന്ന എന്തിനോ വേണ്ടിയുള്ള ഒരു തൃഷ്ണ. ഞാൻ പുരോഹിതന്റെ സന്നിധിയിൽ എത്തുമായിരുന്നു. ഓരോ ദിവസവും പള്ളിയിൽ മണിക്കൂറുകളോളം അദ്ദേഹത്തോടൊപ്പം ഇരിക്കുമായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിച്ചു, എന്നാൽ പ്രാർത്ഥിക്കണമെന്ന് അറിയാമായിരുന്നില്ല. ഒരു മെഴുതിരി കത്തിച്ചു വെച്ച് മണിക്കൂറുകളോളം ഞാൻ മേരിയുടെ പ്രതിമയ്ക്ക് മുമ്പിൽ ഇരിക്കുമായിരുന്നു. ഞാൻ ഒരു ഗുരുവിനെ ആഗ്രഹിക്കുന്നു. മേരി മാതാവിന്റെ മുമ്പാകെ ഞാൻ അറിയിച്ചു, ഞാനൊരു ആധ്യാത്മിക ഗുരുവിനെ ആഗ്രഹിക്കുന്നു. എന്റെ സർവ്വഹൃദയവും ആത്മാവും കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്കൊരു ഗുരുവിനെ വേണം. ഒരു മഹാനായ യോഗിയുടെ കീഴിൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രേഷ്ഠനായ ഒരു ഗുരുവിന്റെ മേൽനോട്ടത്തിൽ എനിക്ക് പഠിക്കണം. ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ എനിക്കിതെല്ലാം കൂടിയേ തീരൂ. നിങ്ങൾക്ക് കാലിഫോർണിയയിൽ ഒരു തെരുവ് മൂലയിലും ഏതു തരം ഗുരുക്കന്മാരെയും കിട്ടും. അതുകൊണ്ട് അവൾ നിലവിളിച്ചു, ഞാനൊരു ആധ്യാത്മിക ഗുരുവിനെയാണ് ഇച്ഛിക്കുന്നത്, മികച്ച ഒരാളിനെ. മേരിയുടെ സമക്ഷം അവർ തീവ്രമായി പ്രാർത്ഥിച്ചു. സ്വാമി അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം കേട്ടു ആ പ്രാർത്ഥന. തുടർന്ന് കരോൺ റോബർട്ട് ഗ്ലൻ എന്ന ഈ സ്ത്രീ ഒരു സ്വപ്നം കണ്ടു. അതിൽ സ്വാമി പ്രത്യക്ഷപ്പെട്ടു. സ്വാമിയുടെ ആശയവിനിമയ രീതിയാണത്. എല്ലാവരുടെയും അടുക്കൽ ശാരീരികമായി അദ്ദേഹം എത്തുന്നില്ല. ചിലരെ അനുഗ്രഹിക്കാൻ ശാരീരികമായും മറ്റു ചിലപ്പോൾ വന്നു ചേരും. സ്വാമിയെപ്പറ്റി കേൾക്കുകയോ അവിടുത്തെ പടം കാണുകയോ ചെയ്തിട്ടില്ലാത്ത ഈ സ്ത്രീയുടെ സ്വപ്നത്തിൽ ഒരു നീണ്ട ചുവന്ന കുപ്പായത്തിലാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത്. അവിടുന്ന് നിന്നത് പൂച്ചെണ്ടുകളുടെ കീഴിലാണ്. അതൊരു യഥാർത്ഥമായ ദൃശ്യം തന്നെ ആയിരുന്നു. വൈറ്റ് ഫീൽഡിൽ അർത്ഥവൃത്താകൃതിയിൽ ഒരു പ്രവേശന ദ്വാരമുണ്ട്. അവിടെ ബൊഗൈൻവില്ല ചെടിയുണ്ട്. ഈ പൂച്ചെടിയുടെ ചുവട്ടിൽ സ്വാമി നിൽക്കുന്ന രൂപത്തിന് ഒരു ചിത്രമുണ്ട്. അത് വ്യാപകമായി പ്രചരിപ്പിച്ചിട്ടുള്ള ഒരു ചിത്രമാണ്. ആ ചിത്രമാണ് അവരുടെ സ്വപ്നത്തിൽ അവർ കണ്ടത്. പൂക്കളുടെ കീഴിൽ അല്പം വലത്തോട്ട് ചരിഞ്ഞു നിൽക്കുന്ന രൂപത്തിൽ അവിടുന്ന് സൗമ്യമായി മധുരമായി ആ സ്ത്രീയോട് അരുളി, ന്യൂയോർക്കിൽ ഹിൽഡയോടൊപ്പം വസിച്ചുകൊള്ളൂ. അവളെ ഒരിക്കലും വിട്ടുപോകരുത്. എന്ത് വന്നാലും അവർ നിന്നെ പൂർണ്ണമായും സുഖപ്പെടുത്തും. എന്നെ വിശ്വസിക്കൂ. ഇതായിരുന്നു ആ സ്ത്രീക്കുള്ള നിർദ്ദേശം. അവർ എഴുതുന്നു, ഒരു വിചിത്ര സ്വപ്നത്തിലും നിന്നും ഞാൻ ഉണർന്നു. എന്തെന്നില്ലാത്തൊരു ആനന്ദോന്മാദം. അതുപോലൊരു സ്വപ്നം കണ്ടാൽ ആരും ആനന്ദോന്മത്തരാകും. അവർ എഴുതുന്നു, ആരാണ് ഈ ഹിൽഡ? ഞാൻ അത്ഭുതപ്പെട്ടു. നിന്നെ സുഖപ്പെടുത്തും. അതിൽ എന്ത് സുഖപ്പെടുത്തുവാൻ? ആരാണ് ആ മനുഷ്യൻ? അഴകാർന്ന വ്യക്തി ആരാകാം എന്ന് അദ്ദേഹം എവിടെയാണ്? ഞാൻ എഴുന്നേറ്റ് മേശയുടെ അടുത്തേക്ക് ചെന്ന് ചാരനിറത്തിൽ ഏതോ ഒരു വസ്തു മേശയുടെ മുകളിൽ ഞാൻ കണ്ടു. മേശയ്ക്ക് മുകളിൽ സിഗരറ്റിന്റെ ചാരമിടുന്ന പാത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുടഞ്ഞിട്ടുവോ? ഞാൻ ഭർത്താവിനോട് ചോദിച്ചു. ഇല്ലല്ലോ. അസാധാരണം, വളരെ അസാധാരണം. ഞാൻ ആ ചാരത്തിന്റെ മണം ശ്വസിച്ചു. ടാൽക്കം പൗഡറിന്റെ മണം പോലെ. ഒരു പിടി ഞാൻ വാരിയെടുത്തു. സ്വാമിയുടെ ഔദാര്യം നോക്കൂ. ഒരു പിടി അവരെടുത്തു. ഇവിടെ അതിന്റെ ഒരു പാക്കറ്റിന് വേണ്ടി നാം ആർത്തി പിടിക്കുന്നു. ന്യൂയോർക്കിൽ കഴിയുന്ന ഒരു വ്യക്തിക്ക് തന്നെ കാണുകയോ കേൾക്കുകയോ സ്നേഹിക്കുകയോ തനിക്ക് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യാത്ത ഒരാൾക്ക് അവിടുന്ന് ഒരു പിടി വിഭൂതി നൽകുന്നു. ആ ഭസ്മത്തിന് ആ സ്വപ്നവുമായി ആ മനുഷ്യനുമായി എന്തോ ബന്ധമുണ്ടെന്ന് അവർ മനസ്സിലാക്കി. എന്നാൽ അതെന്തെന്ന് അറിഞ്ഞില്ല. ഇങ്ങനെയും ഞാനത് സൂക്ഷിക്കും. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അത് ശേഖരിച്ച് അവർ മേശവലിപ്പിൽ സൂക്ഷിച്ചു. ഹിൽഡയെ കണ്ടെത്താൻ അവർ യത്നിച്ചുകൊണ്ടേയിരുന്നു. അവർ എഴുതുന്നു, ഏതാനും മാസങ്ങൾക്ക് ശേഷം ഒരു അന്തർദേശീയ വിനിമയ പരിപാടിയിൽ വെച്ച് ഞാൻ ഹിൽഡയെ കണ്ടുമുട്ടി. അവർ എന്നെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അവിടെ അവരുടെ ശയ്യാമുറിയിൽ ഞാൻ സ്വപ്നത്തിൽ കണ്ട വ്യക്തിയുടെ വലിയ ഒരു ചിത്രമുണ്ടായിരുന്നു. അദ്ദേഹം ആരാണെന്ന് ഞാൻ അവരോട് ചോദിച്ചു. എനിക്കുണ്ടായ സ്വപ്നത്തെ പറ്റി അവരോട് പറഞ്ഞു. അത് സായിബാബയാണ് എന്ന് അവർ പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ ഭസ്മമുണ്ടോ? ഞാൻ ഭസ്മം അവരെ കാണിച്ചു. അവർ അറിയിച്ചു, ഇതാണ് സായിബാബ നൽകാറുള്ള വിഭൂതി. പിന്നെ ഞാൻ ഹിൽഡയിലെ സത്സംഗങ്ങളിൽ പങ്കെടുക്കാൻ തുടങ്ങി. 2 വർഷത്തിന് ശേഷം സ്വാമിയുടെ ഏതാനും ഭക്തരോടൊപ്പം ഞാൻ ക്യാമ്പിൽ പങ്കെടുത്തു. അവിടെ ഭക്ഷണം പാകപ്പെടുത്തിക്കൊണ്ടിരിക്കെ ഞാനൊരു തണലിൽ ഇരുന്നു കൊണ്ട് അസ്തമയം നിരീക്ഷിച്ചു. അന്നേരം ധ്യാനത്തിൽ മുഴുകി.
ഞാൻ കണ്ണുകൾ അടച്ചപ്പോൾ സായിബാബയെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, എന്റെ സമ്മർ സ്കൂളിലേക്ക് വരൂ. ഈ മെയ് മാസം ഞാൻ നിനക്ക് പറഞ്ഞു തരാം എവിടെയാണ് ടിക്കറ്റ് വാങ്ങേണ്ടതെന്നും എങ്ങനെയാണ് അതിന് പണം ലഭിക്കുന്നതെന്നും. എന്നെ വിശ്വസിക്കൂ. നിങ്ങളുടെ സാധനങ്ങൾ എല്ലാം എടുത്ത് ഒരുങ്ങി നിൽക്കൂ. സായിബാബയെ ഞാൻ ഇവിടെ കണ്ടുവെന്ന് ക്യാമ്പ് നേതാവിനോട് പറഞ്ഞു. എനിക്കറിയാം, അവിടുത്തെ സാന്നിധ്യം ഇവിടെയുണ്ട്. സർവ്വ ഇടങ്ങളിലും അവിടുന്ന് സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നു. ലോകം മുഴുവൻ സ്വാമിക്കൊപ്പം സ്പന്ദിക്കുന്നു. അതേ ലോകം മുഴുവനും സ്വാമിയോടൊത്ത് സ്പന്ദിക്കുന്നു. ഒരു ഭക്തൻ എഴുതി, സ്വാമി, ഈ ഗ്രാമത്തിലെ ഓരോ വീട്ടിലും ഒരു പടമുണ്ട്, ഭജനയുണ്ട്. സ്വാമി പറഞ്ഞു, ഓരോ വീട്ടിലും നിങ്ങൾ എന്നെ കാണുന്നുവെന്ന് മാത്രമല്ല, ലോകത്തിന്റെ ഓരോ ഇഞ്ചിലും ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. കാരോൺ ക്യാമ്പ് നേതാവിനോട് പറഞ്ഞു, അവിടുന്ന് തന്റെ സമ്മർ സ്കൂളിൽ ചെല്ലാൻ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ പോകണമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പോകാം. ഞാൻ ഹൃദയപൂർവ്വം അത് ആഗ്രഹിക്കുന്നു. എന്നാൽ എന്റെ പക്കൽ പണമില്ല. എന്റെ കുഞ്ഞിനെ നോക്കാൻ ആരുമില്ല. ആ സ്ത്രീ പറഞ്ഞു, സ്വാമി നിങ്ങളോട് എന്നെ വിശ്വസിക്കൂ എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ ഒരിക്കലെങ്കിലും ഭഗവാനെ കാണണം. ഓരോ ആൾക്കും അവിടുന്ന് പ്രഭുവാണ്. ആ പ്രഭാവം നിങ്ങളിൽ ഉണ്ടാവും. കരോൺ പറഞ്ഞു, വിമാനത്താവളത്തിലേക്കുള്ള വഴി ഞാൻ പറഞ്ഞു തരാം എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ടിക്കറ്റ് ഇല്ലാതെ അങ്ങോട്ട് ഞാൻ എങ്ങനെ പോകും? ഞാൻ സമ്മർ സ്കൂളിൽ ചെല്ലണമെന്ന് അവിടുന്ന് താല്പര്യപ്പെട്ടത് എന്തുകൊണ്ടാണ്? സ്വാമി തന്നെയാണ് ഇതൊക്കെ പറഞ്ഞതെന്ന് ഞാൻ എങ്ങനെ ഉറപ്പിക്കും? ഒരു പക്ഷേ അവിടുന്ന് വിശ്വസിക്കത്തക്കവണ്ണം എന്റെ മനസ്സ് ഭക്തിശൂന്യമായിരിക്കാം. ആ വർഷം ഞാൻ സമ്മർ സ്കൂളിൽ പോയില്ല. വീണ്ടും 1978 മേയിൽ മുമ്പ് കണ്ട സ്വപ്നം പ്രത്യക്ഷപ്പെട്ടു. അതിലും പുഷ്പതോരണങ്ങൾക്ക് താഴെ അദ്ദേഹം നിന്നു. എന്നെ ഒരിക്കൽ കൂടി സമ്മർ സ്കൂളിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. നിങ്ങളും മൈക്കലും വരണം എന്ന് പറഞ്ഞു. കൂടുതലായി സ്വാമി ആവശ്യപ്പെട്ടു. മറ്റൊരു സ്വപ്നം കൂടി ഉണ്ടായ കാര്യം ഞാൻ മൈക്കലിനോട് പറഞ്ഞു. ഇന്ത്യയിൽ സമ്മർ സ്കൂളിൽ നാം ചെന്ന് ചേരണമെന്ന് സായിബാബ ആഗ്രഹിക്കുന്നു. എന്തിന്? അദ്ദേഹത്തോട് പറയൂ, നമുക്ക് ചെല്ലാൻ താല്പര്യമുണ്ടെന്ന്. $2000 കുഞ്ഞിനെ നോക്കാനുള്ള ഏർപ്പാടും ക്രമീകരിച്ചു തരാൻ അദ്ദേഹത്തോട് തന്നെ പറയൂ. ഞാൻ പറഞ്ഞു, ഞാൻ കാര്യമായി പറയുകയാണ് മൈക്കൽ. കാര്യമായി തന്നെ 2 പ്രാവശ്യം ഞാൻ ആ സ്വപ്നം കണ്ടു. അത് അസാധാരണമാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് സ്വപ്നങ്ങൾ ഉണ്ടായിട്ടില്ല. നീയാണ് സ്വപ്നം കാണുന്നത്. ഞാൻ അറിയിച്ചു. പക്ഷേ മൈക്കൽ, നാം ഒന്നിച്ചു ചെല്ലാനാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. നാം പോവുക തന്നെ വേണം. അദ്ദേഹം പറഞ്ഞു, പക്ഷെ പണം അതെങ്ങനെ ഉണ്ടാക്കും? നീ എങ്ങനെ പണം നേടും? ഞാൻ പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടാ. എപ്പോഴാണ് സമ്മർ സ്കൂൾ? മെയ്യിലാണെന്ന് ഞാൻ പറഞ്ഞു. ശരി, കൊള്ളാം. പണം ഉണ്ടാക്കൂ. ടിക്കറ്റ് വാങ്ങാനും കുഞ്ഞിനെ നോക്കാനും ഏർപ്പാടാക്കൂ. നമുക്ക് പോകാം. കൂടുതൽ സംസാരിക്കേണ്ട. ഞാൻ TV കാണട്ടെ. എന്റെ നീക്കങ്ങളാകെ അദ്ദേഹത്തെ ബോറടിപ്പിച്ചു. ഞാൻ വീണ്ടും സ്വപ്നം. നിങ്ങൾ വരണം, സായിബാബ പറഞ്ഞു. എല്ലാ ഏർപ്പാടുകളും ഉടനെ തന്നെ ചെയ്യണം. കാരണം പാസ്പോർട്ട് സംബന്ധമായ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടാകും. ഒരു കുത്തിവയ്പ് നിങ്ങളെ കുഴപ്പത്തിലാക്കും. അതുകൊണ്ട് പെട്ടെന്ന് തയ്യാറാവുക. സമ്മർ സ്കൂളിൽ നിങ്ങളെ ഞാൻ പ്രതീക്ഷിക്കുന്നു. 1978 മെയ് എനിക്ക് 4ാമത്തെ സായിബാബ സ്വപ്നമുണ്ടായി. അവിടുന്ന് അത് കണ്ട് മധുരമായി ചിരിക്കുന്നില്ല. ചൂണ്ടുവിരൽ എന്റെ നേരെ നീക്കിക്കൊണ്ട് ചലിപ്പിക്കുന്നുണ്ടായിരുന്നു. നാളെ രാവിലെ നിങ്ങൾ 6 മണിക്ക് എഴുന്നേൽക്കണം. കുളിച്ച് വേഷം ധരിച്ച് ഞാൻ പറയുന്നത് പോലെ തന്നെ ചെയ്യണം. ഇപ്പോൾ മുതൽ ഓട്ടവും ചാട്ടവും തിടുക്കവും ഒക്കെ വേണ്ടിവരും. കുഴപ്പത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചു. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. രാവിലെ 9 മണിക്ക് കുത്തിവയ്പ് നടത്തുക. പിന്നെ പാസ്പോർട്ട്, വിസ ഇതെല്ലാം പെട്ടെന്ന് എടുക്കുക. അതിവേഗം ഞാൻ വന്ന് ഓരോ നിമിഷവും നിങ്ങൾ ചെയ്യേണ്ടത് പറഞ്ഞു തരാം. നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. കേട്ടിട്ട് അനുസരിക്കുക. ഉത്കണ്ഠ വേണ്ട. എന്നെ വിശ്വസിക്കൂ. കുത്തിവയ്പ്, ഫോട്ടോ, പാസ്പോർട്ട്, വിസ എന്നിവയ്ക്കായി ഞാൻ പട്ടണത്തിലേക്ക് കാറ് പിടിച്ചു പോയി. കോളറയ്ക്കുള്ള കുത്തിവയ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ 2 പ്രാവശ്യം ഛർദ്ദിച്ചു. ഉയർന്ന തോതിൽ പനിച്ചു. 1 മണിക്കൂറോളം ഞാൻ കിടന്നു. ഞാൻ അപ്പോൾ കേട്ടു സായിബാബയുടെ ശബ്ദം, ഇനി എഴുന്നേൽക്ക്, റോഡിലേക്ക് ഇറങ്ങ്. ഞാൻ അങ്ങനെ ചെയ്തു. 79ാം തെരുവിലേക്കുള്ള ബസ്സിൽ കയറൂ. ഞാൻ 79ാം തെരുവിലേക്കുള്ള ബസ്സിൽ കയറി. നിർദ്ദേശപ്രകാരം ഞാൻ പെരുവഴിയിലേക്ക് ഇറങ്ങി. ജോക്കിങ് എന്നൊരാളുടെ അടുക്കിലേക്ക് പാഞ്ഞു ചെന്നു. ജോക്കിങ് എൻ്റെ ഒരു പഴയ സുഹൃത്തായിരുന്നു. സായിബാബ ഭക്തനായ അദ്ദേഹത്തെ 2 വർഷമായി ഞാൻ കണ്ടിട്ടില്ലായിരുന്നു.
അവൻ എന്നെ തിരിച്ചറിഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മിസ്റ്റർ ജോ, നിങ്ങൾ വിശ്വസിച്ചു എന്ന് വരില്ല, എനിക്ക് 4 സ്വപ്നമുണ്ടായി. അവയിലൂടെ സായിബാബ ഞാൻ സമ്മർ സ്കൂളിലേക്ക് ചെല്ലണമെന്ന് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ രാത്രിയിലാണ് അവസാനത്തെ സ്വപ്നം ഞാൻ കണ്ടത്. ഞാൻ കുത്തിവയ്പ്പുകളൊക്കെ എടുത്തു, ഫോട്ടോ സംഘടിപ്പിച്ചു. ഈ തിരക്ക് എന്തിനെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സമ്മർ സ്കൂൾ ഓഗസ്റ്റിലാണ്. ജോ പറഞ്ഞു. ആര് പറഞ്ഞു? ഞാൻ ഓഗസ്റ്റിലാണെന്നത് ഏതാനും ദിവസങ്ങൾക്ക് നടക്കുന്നതാണ്. അതുകൊണ്ട് സ്വാമി തിരക്ക് കൂട്ടുന്നത്. എന്റെ മകൾ ന്യൂയോർക്കിൽ നിന്ന് പോകേണ്ടതായിരുന്നു. ഇന്നലെയാണ് അവൾക്ക് പോകാനാവില്ലെന്ന് അവൾ മനസ്സിലാക്കുന്നത്. അവളുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് പോകാം. ഒരാഴ്ച മുഴുവനുമുണ്ട് സമയം. ഒരാഴ്ചയ്ക്കുള്ളിൽ വിമാനം പുറപ്പെടും. ഞാൻ പറഞ്ഞു, ഒരാഴ്ചയ്ക്കുള്ളിൽ തയ്യാറാവാൻ എനിക്ക് പറ്റില്ലല്ലോ. കഴിയും. ഈശ്വരാനുഗ്രഹമുണ്ടെങ്കിൽ എല്ലാം സാധ്യം. ഞാൻ ചോദിച്ചു, പണം, ആവശ്യമായ പണം എനിക്ക് എവിടുന്ന് ലഭിക്കും? അദ്ദേഹം പറഞ്ഞു, അത് എളുപ്പമാണ്, കടം മേടിക്കുക. ഞാൻ വീണ്ടും ചോദിച്ചു, ആരോട് ചോദിക്കും കടം? അദ്ദേഹം പറഞ്ഞു, ബാങ്കിൽ നിന്ന്. നിങ്ങളൊരു അധ്യാപികയാണ്, നിങ്ങൾക്കത് തിരിച്ചു കൊടുക്കാൻ കഴിയും. നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ബാങ്കിലേക്ക് പോകൂ, രാവിലെ ആദ്യം അത് ചെയ്യൂ. തുടർന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു, എങ്ങനെയും ഹാർലിയിലുള്ള നിങ്ങളുടെ പഴയ സ്കൂൾ, അവിടെ നിങ്ങൾ പഠിപ്പിച്ചിരുന്നല്ലോ. പിന്നോക്ക സ്ഥലങ്ങളിൽ പഠിപ്പിക്കാൻ അവിടെ നിങ്ങളെ പോലുള്ള അധ്യാപകരെ വേണം. അതെ അതെ, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അങ്ങോട്ട് പോകാം. രാത്രിയിൽ എന്നെ വിളിക്കൂ. അദ്ദേഹം ഒരു വാടകക്കാർ വിളിച്ചു ഡ്രൈവറോട് പറഞ്ഞു, ഹാർലി ബെർജിൻ ഫ്രാങ്ക്ലിൻ സ്കൂളിലേക്ക് വിട്. ഞാൻ പരവശയായി കാറിലിരുന്നു. എന്റെ തല പൊട്ടിത്തെറിക്കുന്നത് പോലെ തോന്നി. അപ്പോൾ ഞാൻ ബാബയുടെ ശബ്ദം കേട്ടു, ഏറ്റവും മോശമായ സ്കൂളിൽ ഏറ്റവും മെച്ചപ്പെട്ട അധ്യാപകരെ നമുക്ക് വേണം. കുട്ടികൾ പാവപ്പെട്ടവരാണ്. നിങ്ങൾ ഇപ്പോൾ പോകുന്നിടത്തും കാര്യം എളുപ്പമാവില്ല. അത് നിങ്ങൾക്ക് പ്രയാസകരമാവും. എന്നാൽ നിങ്ങൾ തനിച്ചാവില്ല. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഞാൻ നിങ്ങൾക്ക് മനഃശാന്തി നൽകും, സ്നേഹം നൽകും. ഞാൻ സ്കൂളിലേക്ക് കയറി ചെന്ന് അസിസ്റ്റന്റ് പ്രിൻസിപ്പാളിനെ കണ്ടു. അദ്ദേഹം, അതെ, നിങ്ങളുടെ സേവനം ഞങ്ങൾക്ക് ഉപയോഗിച്ചു കൊള്ളാം. അടുത്ത ദിവസം ഞാൻ ബാങ്കിലേക്ക് കയറി ചെന്ന് ഒരു അപേക്ഷ കൊടുത്തു, പണം കടമെടുക്കാൻ. എന്റെ പഴയ പരിചയരേഖകൾ മാനേജർ പരിശോധിച്ചു. 2 മണിക്ക് വീണ്ടും വരൂ, നിങ്ങളുടെ ലോൺ അനുവദിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് പണമാണോ വേണ്ടത്, യാത്ര ചെക്കാണോ? ഈശ്വരൻ എല്ലാ കാര്യവും സാധ്യമാക്കുന്നു. അടുത്ത പ്രശ്നം കുഞ്ഞിന്റെ കാര്യമാണ്. ഡേവിഡിനെ എന്തു ചെയ്യും? കുഞ്ഞിനെ നോക്കാൻ ആരെങ്കിലും ഉണ്ടായേ മതിയാവൂ. ആ രാത്രിയിൽ എന്റെ സുഹൃത്തായ ആനി എന്ന ടൈപ്പിസ്റ്റിനോടൊപ്പം ഭക്ഷണം കഴിക്കുകയായിരുന്നു. അപ്പോൾ ആ ടൈപ്പിസ്റ്റിനോട് പറഞ്ഞു, ആനി, നീ വിശ്വസിക്കുകയില്ല, എനിക്ക് മറ്റൊരു സായിബാബ സ്വപ്നം കൂടി ഉണ്ടായി. നിന്റെ മകൻ മഹാകുസ്തിയാണെന്ന് എനിക്കറിയാം. സായിബാബ, ഞാൻ സമ്മർ സ്കൂളിൽ ചെന്ന് ചേരണമെന്ന് ആഗ്രഹിക്കുന്നു. ഡേവിഡിനെ 2 മാസത്തേക്ക് നോക്കാൻ നിന്നെ കൊണ്ടാകുമോ? അവർ ചോദിച്ചു, എപ്പോഴാണ് പുറപ്പെടുന്നത്? ഒരാഴ്ചയ്ക്കുള്ളിൽ. അവൾ പറഞ്ഞു, വേഗം തയ്യാറിക്കൊള്ളൂ, ഈശ്വരന് എന്തും സാധ്യമാകും. ന്യൂയോർക്കിൽ നിന്നും വിസ വാങ്ങുമ്പോൾ ഒരു ക്ലാർക്ക് ചോദിച്ചു, ബാംഗ്ലൂർ എവിടെ? ആരോടൊപ്പമാണ് നിങ്ങൾ താമസിക്കുന്നത്? ഞാൻ പെട്ടെന്ന് പറഞ്ഞു, മിസ്റ്റർ ആൻഡ് മിസ്സിസ് റാവു. അവരുടെ മേൽവിലാസം എന്തെന്ന് അയാൾ ചോദിച്ചു. മെയിൻ റോഡ്, ബാംഗ്ലൂർ എന്ന് ഞാൻ ഉത്തരം നൽകി. അയാൾ അത് എന്റെ അപേക്ഷയിൽ എഴുതി. ഞാൻ ബോംബെയിൽ എത്തി. പിന്നെ വിമാനത്താവളത്തിൽ തനിയെ ഇരിക്കുകയായിരുന്നു, ബാംഗ്ലൂരിലേക്കുള്ള വിമാനം പ്രതീക്ഷിച്ചുകൊണ്ട്. ഒരു ഇന്ത്യൻ കുടുംബം വന്ന് എന്റെ അടുക്കലിരുന്ന് സംസാരിച്ചു. അവർ പറഞ്ഞു, നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? നിങ്ങളുടെ പേരെന്താണ്? ആ മാന്യൻ ബാംഗ്ലൂരിൽ അവരോടൊപ്പം താമസിക്കുവാൻ എന്നെ ക്ഷണിച്ചു. അദ്ദേഹത്തിന്റെ പേരും വിലാസവും ഞാൻ വിസ അപേക്ഷയിൽ കൊടുത്തത് തന്നെയാണെന്നറിഞ്ഞ് ഞാൻ അമ്പരന്നു. മിസ്റ്റർ റാവു ആൻഡ് മിസ്സിസ് റാവു. അവസാനം അവർ സമ്മർ കോഴ്സിലെത്തി. സമ്മർ കോഴ്സ് ഇഷ്ടപ്പെട്ടില്ല. അവർ ഇന്ത്യയെ, കൊതുകിനെ, ചൂടിനെ, സമ്മർ കോഴ്സിനെ, നിർത്താതെ നിസ്സാര കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ജനങ്ങളെ ഒക്കെ വെറുത്തു. അവർ പറയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്ന സ്ത്രീ സേവാദൾമാരെ കൊണ്ട് ഞാൻ മടുത്തു. അഭ്യസ്തവിദ്യരായ ആ ആശ്രമ ജീവനക്കാരും എന്നെ വിവശയാക്കി. ഇതാണ് സമ്മർ കോഴ്സ്. ഞാൻ വിചാരിച്ചു, ഒരു പ്രത്യേക വീക്ഷണത്തിൽ നോക്കിയാൽ ഓരോന്നും അപ്രീതികരമായി തോന്നും. മറ്റൊരു കാര്യത്തിൽ കൂടി നോക്കിയാൽ എല്ലാം ശോഭനമാണെന്ന് അനുഭവപ്പെടും. മടങ്ങിപ്പോകാൻ അവർ ആഗ്രഹിച്ചു. ഞാൻ എന്തിനു വന്നു? ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ ആ സ്വപ്നങ്ങളിൽ വിശ്വസിച്ചു. ഞാൻ എന്തൊരു വിഡ്ഢിയാണ്. ഇവിടെ ഉള്ളതെല്ലാം കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നു. ഞാൻ ചിന്തിച്ചു. ഞാൻ സഞ്ചി മുറുക്കിക്കൊണ്ട് പറഞ്ഞു, ഗുഡ് ബൈ. ഞാൻ നേരെ വൈറ്റ്ഫീൽഡിലെ ആശ്രമ കവാടത്തിലേക്ക് ചെന്നു. ഒരു ടാക്സി പിടിച്ചു. അപ്പോൾ വലത്ത് ഭാഗത്തു നിന്നും സായിബാബ വന്നു. അദ്ദേഹം എന്റെ കണ്ണുകളിലേക്ക് ചുരിഞ്ഞു നോക്കി. ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം ഹോസ്റ്റലിലേക്ക് വിരൽ ചൂണ്ടി. വേണ്ട എന്ന അർത്ഥത്തിൽ തലചലിപ്പിച്ചു. ആശ്രമത്തിലേക്ക് തിരികെ പോകുന്നത് കാത്തുനിന്നു. താമസിച്ചിരുന്ന ഹോസ്റ്റലിലേക്ക് ഞാൻ മടങ്ങി. വൈകുന്നേരം സ്വാമി
ദർശനത്തിനിരിക്കുന്ന അവരുടെ അടുക്കലെത്തി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരിടത്തും പോകേണ്ടതില്ല, ശാന്തി നിങ്ങളിൽ തന്നെയാണുള്ളത്, ഞാൻ നിങ്ങളുടെ ഒപ്പമുണ്ട്. അവർ കൂടിക്കാഴ്ച കിട്ടി സ്വാമിയോട് ആരാധന നടത്തി അനുവാദം വാങ്ങിച്ച ശേഷം അമേരിക്കയിലേക്ക് പോവുകയും ചെയ്തു. ആരോ നിലവിളിച്ചു, എനിക്കൊരു ഗുരുവിനെ വേണം, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കണം. ഏറ്റവും മികച്ച ഗുരുവിനെ. അതിന്റെ ഉത്തരം സ്വപ്നങ്ങളിലൂടെ അവർക്ക് കിട്ടി. അവരുടെ പ്രശ്നങ്ങൾ തീർന്നു. ഈശ്വരൻ ഒപ്പമുണ്ടെങ്കിൽ എല്ലാം സാധ്യം. ജയ സായിരാം. സായിരാം മാം, സായിരാം. ഇനി വീഡിയോ പ്രസന്റേഷന്റെ സമയമാണ്. ശോഭ ശങ്കർ ഉണ്ടോ? സായിരമ്മ ഉണ്ട്. ഒരു ഭജന പാടൂ. പ്രസന്റേഷൻ നാരായണ ഇന്ന് രാവിലെ പാടിയില്ലേ, ഉച്ചയ്ക്ക് പാടിയില്ല. ప్రేమ స్వరూపులారా, సర్వమతముల సారము, the essence of all సర్వమార్గముల యొక్క గమ్యము, the goal of all religion, సర్వోపదేశముల యొక్క తత్వము, the essence of all the message, ప్రేమ ఒక్కటే, love ఒక్కటే. It is love and love alone. ఆ ప్రేమ తత్వాన్ని మనం ఈనాడు అభివృద్ధి గావించుకోవాలి. Today we have to develop that love in us. మనము ఇతరుల యొక్క 100 దోషములు వెతికేటటువంటి దానికంటే తన యందు ఉన్నటువంటి ఒక్క దోషాన్ని తాను వెతుకుంటే ధన్యుడవుతాడు. Instead of searching 100 faults in others, it is better that we locate and identify one fault in ourselves and correct it. కానీ అలాంటి పవిత్రమైన ప్రవేశంలో వాడు ఏమాత్రము చేయటం లేదు. ఇతరుల దోషములు ఎంచటమే తనకు ప్రధానమైన కర్తవ్యంగా విశ్వసిస్తున్నాడు. But we are not undertaking such good activity and good path. We are indulging ourselves only in finding fault with others. నీ దోషాన్ని నీవు తెలుసుకో. Recognize your own weaknesses and దాన్ని తీసివేయి. రిమూవమైన భావాలను ఉంచుకో. Develop good qualities and good feelings in you. സായിരാം. നാരായണ ഹരി തന്നെ പാടിക്കോളൂ. ആയിക്കോട്ടെ. നാരായണ ഹരി നാമ ഭജോരേ, നാരായണ വേദ പാരായണ. നാരായണ ഹരി നാമ ഭജോരേ, നാരായണ വേദ പാരായണ. കരുണാഭരണ ഭവഭയഹരണ, കരുണാഭരണ ഭവഭയഹരണ. പാവന ചരണ പതിത ജനാവന, പാവന ചരണ പതിത ജനാവന. നാരായണ ഹരി നാരായണ, നാരായണ ഹരി നാരായണ, നാരായണ ഹരി നാരായണ, നാരായണ സായി നാരായണ. നാരായണ ഹരി നാമ ഭജോരേ, നാരായണ വേദ പാരായണ. കരുണാഭരണ ഭവഭയഹരണ, പാവന ചരണ പതിത ജനാവന, പാവന ചരണ പതിത ജനാവന. നാരായണ ഹരി നാരായണ, നാരായണ ഹരി നാരായണ, നാരായണ ഹരി നാരായണ, നാരായണ സായി നാരായണ. നാരായണ ഹരി നാമ ഭജോരേ, നാരായണ വേദ പാരായണ. സായിരാം. സായി ഉപമ. നിങ്ങളുടെ ഹൃദയം ഒരു കണ്ണാടി ചിമ്മിനി പോലെ ആയിരിക്കണം. അതിനുള്ളിൽ ജ്വലിക്കുന്ന ആത്മീയ ജ്യോതി ബാഹ്യലോകത്തെ പ്രകാശമാനമാക്കണം. ആന്തരികമായ പ്രവണതകളോട് പ്രതികരിച്ചുകൊണ്ട് ബാഹ്യലോകം സേവനം, സഹതാപം, പരസ്പര സഹായം എന്നിവയിലേക്ക് നയിക്കപ്പെടണം. ഇപ്പോൾ വേദാന്ത സത്യങ്ങൾ ഒരു പൊതുദർശനത്തിന് വേണ്ടി ധരിക്കുന്ന വേഷങ്ങൾ പോലെയാണ്. വേദിയിൽ വേഷങ്ങൾക്ക് അനുയോജ്യമായി വേഷഭൂഷാദികൾ അണിയുന്നു. നാടകം തീരുമ്പോൾ ആ വേഷം അഴിച്ചു മാറ്റുന്നു. ആളുകൾ വേദാന്ത സദസ്സുകളിൽ എല്ലായ്പ്പോഴും ഉറച്ചു നിന്നുകൊണ്ട് ആത്മീയാനന്ദം നേടുവാൻ ശ്രമിക്കുന്നതേയില്ല. ജയ സായിരാം. സായിരാം. ഇനി ശാന്തി മന്ത്രം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. സമസ്ത
സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ജയ് സായിരാം.